ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്താറായി. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടത്തേക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതേട്ടോ, ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലായ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അതാണ് വള്ളിയങ്കാവ് ദേവീക്ഷേത്രം. മുണ്ടക്കയം എത്തുന്നതിന് തൊട്ടു മുമ്പ് പാലൂർക്കാവ് എന്ന സ്ഥലത്താണ് വള്ളിയങ്കാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടോ, അമ്പലത്തിൻ്റെ ബോർഡ്, വള്ളിയങ്കാവ് ദേവീക്ഷേത്രം. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 8-9 കിലോമീറ്ററോളം ഉണ്ട്. റബ്ബർ എസ്റ്റേറ്റിൽ കൂടിയാണ് ഈ അമ്പലത്തിലേക്ക് പോകേണ്ടത്. ആദ്യമൊക്കെ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് ഈ ഭാഗത്ത് ടാർ ചെയ്തതാണെന്ന് തോന്നുന്നു. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഈ ജംഗ്ഷനിൽ വന്നത്. അപ്പോഴേക്കും നല്ല ചൂടായിരുന്നു. ഇത് ചെറിയ റബ്ബർ തൈകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ കന്നാര വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിന് നല്ല ചൂടായതുകൊണ്ട് ചൂട് ഏക്കാതിരിക്കാനായിട്ട് ഈ കന്നാരയുടെ മുകളിൽ കുറേ എന്തൊക്കെയോ വെട്ടിയിട്ടിട്ടുണ്ട്, ചൂടങ്ങ് ഡയറക്റ്റ് ആ ചെടിയിലേക്ക് ഏക്കാതിരിക്കാനായിട്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു തുടക്കത്തിൽ നല്ല റോഡായിരുന്നു, പിന്നീട് ഫുള്ള് പോയി കിടക്കുക. ഇത് എസ്റ്റേറ്റ് റോഡായതുകൊണ്ട്, പ്രൈവറ്റ് റോഡായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ശരിയാക്കാത്തത്. എന്നാലും ഇനി പണിയാനൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. 2019 ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ മാത്രമല്ല, ചേട്ടനും ആദ്യമായിട്ട് വരുന്നത്. ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ ആദ്യമായിട്ട് വന്നത്. അത് 2019. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഒരു 3-4 മാസം കൂടുമ്പോൾ ഇവിടെ വരാറുണ്ട്. ഇത് കണ്ടോ, എസ്റ്റേറ്റിൻ്റെ ഉള്ളിലെ ലേവാണ്. ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. റോഡെല്ലാം ഭയങ്കര മോശമാണ്. ഇത് പ്രൈവറ്റ് റോഡാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി പബ്ലിക് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും റോഡൊക്കെ ഫുള്ള് പോയി കിടക്കുക. നമുക്ക് ബൈക്കിന് വരുവാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് പോകാം. കാറിന് വരുമ്പോൾ ഇച്ചിരി പാടാ. ഒത്തിരി ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. 2-3 മണിക്കൂർ ഇടവിട്ട് ബസ് ഈ അമ്പലത്തിലേക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. കൂടുതലും ആൾക്കാരും സ്വന്തമായിട്ട് വണ്ടിക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ മുണ്ടക്കയത്തു നിന്ന് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കണ്ടോ, നമ്മൾ വന്ന വഴിക്ക് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ്. ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 10:30 അരമണിക്കൂറോളം, ഒരു 20-25 മിനിറ്റോളം ചെറിയ റോഡ് കയറിയതിന് ശേഷം ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുവാണ്. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. രാവിലെ തൊട്ട് ഒരു 5:30 ഒക്കെ തൊട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നും ഈ അമ്പലത്തിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരമ്മയാണ് കേട്ടോ വള്ളിയങ്കാവ് ദേവി. 2019 തൊട്ട് ഒരു 3-4 മാസം കൂടുമ്പോൾ ഞങ്ങളിവിടെ വരാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷങ്ങളുണ്ടായാലും വിഷമങ്ങളുണ്ടായാലും ഞങ്ങൾക്ക് ആദ്യം ഓടിയെത്തണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലം അമ്മയുടെ അടുത്താണ് കേട്ടോ. എല്ലാ ആൾക്കാർക്കും നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസങ്ങളും എല്ലാം ഉണ്ടായിരിക്കുമല്ലോ, അതുപോലെ ആണ് ഞങ്ങൾക്കും. ഒത്തിരി ആൾക്കാർ ദൂരെ നിന്ന് ഒക്കെ വരുന്നുണ്ട് ഈ അമ്പലത്തിൽ. ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് കണ്ടോ, വലിയൊരു മരം, ഒത്തിരി പ്രായമുള്ള മരമാണെന്ന് തോന്നുന്നു. സ്റ്റെപ്പിൻ്റെ താഴെ തന്നെ പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈയും കാലും ഒക്കെ കഴുകി അമ്പലത്തിലേക്ക് ഞങ്ങൾ പിന്നെ കയറുക. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരമ്പലമാണിത്. കേരളത്തിൽ ആദ്യമായി ഭദ്രകാളി ആരാധന തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിൽ, അതായത് പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വള്ളിയങ്കാവ് ദേവീക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കാവ്, കണ്ണൂരിലെ മാടായിക്കാവ്, പത്തനംതിട്ടയിലെ പനയന്നാർ കാവ്, ഇടുക്കി ജില്ലയിലെ വള്ളിയങ്കാവ്. അതാണ് ആ 4 പ്രധാനപ്പെട്ട കാവുകൾ. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് വള്ളിയങ്കാവ് ദേവീക്ഷേത്രം. നമ്മൾ മുണ്ടക്കയത്തിനോട് വളരെ അടുത്താണെങ്കിലും പെരുവന്താനം വില്ലേജിൽ പെടുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയപ്പോഴും.
ടൗണിൽ നിന്ന് ഒത്തിരി മാറി ഉള്ളിലേക്ക് കയറിയാണ് ഈ അമ്പലമെങ്കിലും ഇവിടെ വരുന്നവർക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ടോയ്ലറ്റ് സൗകര്യമുണ്ട്, ചായ കുടിക്കാനായിട്ടുള്ള കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇങ്ങോട്ട് വരാനായിട്ട് ട്രാവലിംഗ് കുറച്ച് പാടാണ്, ഈ ടാറൊന്നും ചെയ്യാത്ത റോഡായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി പിന്നെ റിട്ടേൺ പോരുവാണ് കേട്ടോ. ഒരു 11:15 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് വന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ടൗണിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോരുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു സീനറി കണ്ടു കേട്ടോ. അപ്പോൾ വെറുതെ ഒന്ന് വണ്ടി നിർത്തിയെടുത്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ ആ കാണുന്നത് ഫുള്ള്. ഇത് കന്നാര കൃഷി. ഈ കന്നാരയുടെ എല്ലാ ഇടയിൽ ചെറിയ റബ്ബർ നട്ടിട്ടുണ്ട്. തിരിച്ചങ്ങനെ ഞങ്ങൾ പോരുവാണേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഉണ്ട്, അപ്പോൾ അതിനെ കാത്തിരിക്കൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.